എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? വീട്ടിലെ ഏറ്റവും വലിയ ഉപകാരികളിൽ ഒന്നാണ് മിക്സർ ഗ്രൈൻഡർ. മിക്സർ ഗ്രൈൻഡർ ഒന്ന് കേടായി പോയാൽ അപ്പോൾ അറിയാം അടുക്കളയിലെ അങ്കലാപ്പും എല്ലാം. അടുക്കളയിൽ ഉണ്ടാകുന്ന പൊല്ലാപ്പിനെക്കുറിച്ച് പിന്നെ പറയുകയേ വേണ്ട. അപ്പോൾ മിക്സി കാലങ്ങളോളം വൃത്തിയായി സൂക്ഷിക്കാനും കരുതലോടെ പെരുമാറാനും ഇതാ നമുക്ക് ചില ഐഡിയാസ്, അല്ലെങ്കിൽ മിക്സി കൂടുതൽ കാലം നല്ല രീതിയിൽ നിലനിൽക്കാനായിട്ട് ചില ചെറിയ ടിപ്പുകൾ നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ലൈക്കും ചെറിയ സബ്സ്ക്രൈബും നൽകുക. അതുകൂടാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ്സും കാണിക്കുക. എല്ലാ തവണയും ഉപയോഗത്തിന് ശേഷം മിക്സർ ഗ്രൈൻഡർ ജാർ ഏതെങ്കിലും ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. ഉപയോഗിച്ച മിക്സർ ജാറിലേക്ക് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇറ്റിച്ച ശേഷം അല്പം വെള്ളം ഒഴിക്കുക. ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം നേരെ വയ്ക്കുക. ശേഷം ജാർ ശുദ്ധമായ വെള്ളത്തിൽ കഴുകുക. ഇനി നാരങ്ങാത്തൊലി കൊണ്ടുള്ള ഉപയോഗങ്ങൾ. മിക്സർ ഗ്രൈൻഡറുകൾ ജാറുകൾ വൃത്തിയാക്കാനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗ്ഗമാണ് നാരങ്ങാത്തൊലി. നാരങ്ങയിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് എണ്ണമയം കുറയ്ക്കുകയും ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങൾ ജാറുകൾ അണുവിമുക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കുറച്ച് നാരങ്ങാത്തൊലി എടുത്ത് ജാറിൻ്റെ മൂടിയിലും ഉള്ളിലും തടവുക. 15 മിനിറ്റിന് ശേഷം ഇത് നല്ല വെള്ളത്തിൽ കഴുകുക. നാരങ്ങനീര് ലിക്വിഡ് ഡിറ്റർജൻറ്റുമായി കലർത്തിയും ഇങ്ങനെ ഉപയോഗിക്കാം. അടുത്ത് നമുക്ക് ബേക്കിംഗ് സോഡ കൊണ്ടുള്ള ഉപയോഗമാണ്. ജാറിനുള്ളിലെ പഴകിയ അവശിഷ്ടങ്ങൾ വരെ കളയാൻ ബേക്കിംഗ് സോഡ നല്ലതാണ്. ജാറിൽ തുല്യ അളവിൽ വെള്ളവും ബേക്കിംഗ് സോഡയും ചേർക്കുക. അതിനുശേഷം മിക്സർ ഓണാക്കി ഈ വെള്ളം കളയുക. പിന്നെയും അഴുക്ക് കണ്ട ചെറു ചൂടുള്ള വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കുക. അടുത്ത് വിനാഗിരി കൊണ്ടുള്ള ഉപയോഗമാണ്. 2 ടേബിൾ സ്പൂൺ വിനാഗിരി കുറച്ച് വെള്ളത്തിൽ കലർത്തി മിക്സറിൽ ഒഴിക്കുക. 3-4 സെക്കൻഡ് മിക്സി ഓണാക്കുക. തുടർന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകുക. വിനാഗിരിക്കൊപ്പം ലിക്വിഡ് ഡിറ്റർജൻറ്റ്, വെള്ളം എന്നിവ ചേർത്ത് മിക്സ് ചെയ്താൽ മിക്സിക്ക് മുകളിൽ സ്പ്രേ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് കഴുകിക്കളയും. ഇങ്ങനെ ചെയ്താൽ മിക്സിയും നന്നായി തിളങ്ങും. അടുത്തത് റബ്ബിംഗ് ആൽക്കഹോൾ ഉപയോഗിക്കുക. മിക്സിയുടെയും ജാറിൻ്റെയും പുറംവശം വൃത്തിയാക്കാൻ ഈ രീതി അനുയോജ്യമാണ്. ഇതിനായി ആദ്യം തന്നെ ജാർ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് കഴുകുക. അതിനുശേഷം പുറമെ ആൽക്കഹോൾ സ്പ്രേ ചെയ്യുക. ശേഷം ഇത് നന്നായി തുടച്ചെടുക്കുക. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മിക്സി കൂടുതൽ നല്ല ഈടോടുകൂടി ഇരിക്കുകയാണ്.